الحمد لله الحمد لله رب العالمين الذي رضي لنا الإسلام دينه وأتم علينا النعمة وأكمل الدين وهدانا إلى التوحيد الخالص وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി കാരുണ്യവാനായ നമ്മുടെ റബ്ബ് നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളും കൽപ്പനകളുമെല്ലാം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണേ എന്ന് ഉപദേശിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ സമസ്ത മേഖലകളിൽ പടച്ച റബ്ബിനെ യഥാവിധം സൂക്ഷിച്ച് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ചെറുതും വലുതുമായ പാപങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്നവരാണ് നാം ഓരോരുത്തരും. സത്യവിശ്വാസികളായ മുത്തഖീങ്ങളായ ആളുകൾ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനോടുള്ള അവരുടെ സമീപനം അല്ലാഹു സുബ്ഹാനഹു വ തആല 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാൻ 135-ാം സൂക്തത്തിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട്. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും, വല്ല നീചകൃത്യവും ചെയ്തു പോവുകയോ അതല്ല സ്വന്തത്തോട് തന്നെ വല്ല അക്രമവും ചെയ്തു പോവുകയോ ചെയ്താൽ സക്കറുല്ലാഹ്, ആ നേരം ആ നിമിഷം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കും എന്നുള്ളതാണ്. ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, എന്നിട്ട് അവർ ചെയ്ത ആ പാപത്തിന് പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യും എന്നാണ്. ഏതെങ്കിലും ഒരു കാര്യം പാപമാണ് എന്ന് തോന്നിയാൽ അല്ലാഹുവേ ഞാനത് ചെയ്തു പോയി, എനിക്ക് പുറത്തു തരണേ, അസ്തഗ്ഫിറുല്ലാഹ്
എന്ന് പറയുന്നവരായിരിക്കും അവർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വമൻ യഗ്ഫിറുസ്സുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുവാൻ ആരാണ് ഉള്ളത്? വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അങ്ങനെ ആ വിശ്വാസികളായ ആളുകൾ വല്ല പാപവും ചെയ്തു പോയി, പറ്റിപ്പോയി, അവര് അതിൽ നിന്നും ഉടനടി മാറുന്നവരായിരിക്കും, അതിൽ ഉറച്ച് നിൽക്കുന്നവരാവില്ല. ഒരു ദിവസം ചെയ്തു പോയാൽ വീണ്ടും അത് പിന്നെയും ചെയ്യുകയും പിന്നെയും ആവർത്തിക്കുകയും അങ്ങനെ ആവർത്തിച്ച് ഉറച്ചു നിൽക്കുന്നവരല്ല അവർ അതിൽ നിന്നും മാറി നിൽക്കുന്നവരാണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ചെറുതും വലുതുമായി കണ്ണുകൊണ്ട്, കൈകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, നാവുകൊണ്ട് പല നിലക്കും പടച്ചറബ് വിരോധിച്ചത്, വിലക്കിയത് ചെയ്തു പോകുന്നവരാണ് നമ്മൾ. ആ നേരത്ത് അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി അല്ലാഹുവിനെ ഓർത്ത്, റബ്ബേ ഞാനിത് ചെയ്തു പോയി, അസ്തഗ്ഫിറുല്ലാഹ്, റബ്ബേ എനിക്കിത് പുറത്തു തരണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുവാൻ, ഇസ്തിഗ്ഫാർ നടത്തുവാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നകും ലതഅമലൂന അഅമാലൻ ഹിയ അദഖു ഫീ അയ്യുനികും മിനശ്ശിഅർ. ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ, നിങ്ങൾ ഇന്നിന്റെ കാലഘട്ടങ്ങളിൽ ചെയ്തു പോകുന്ന ഓരോ ദുഷ്പ്രവർത്തികൾ, ഓരോ ചെറിയ തിന്മകൾ, അത് നിങ്ങളുടെ കണ്ണിലെ കൺപീലിയേക്കാളും ചെറുതായ പ്രവൃത്തിയായാൽ, കുന്നാ നഅദ്ദുഹാ അലാ അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുഅ്ബിഖാത്ത്, അത് ചെറുതാകട്ടെ, ആ ചെറുതിനെ ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ സ്വഹാബ കണക്കാക്കിയിരുന്നത്, ഞങ്ങൾ എണ്ണിയിരുന്നത് വൻപാപങ്ങളുടെ കൂട്ടത്തിലാണ് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പല തിന്മകളും ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തു പോകുമ്പോൾ, അത് തെറ്റാണെന്ന് അറിയുമ്പോൾ നമ്മൾ നടത്തുന്ന ചില പ്രയോഗങ്ങളുണ്ട്. ഇതൊക്കെ ഇല്ലാതെ ഈ കാലത്ത് എങ്ങനെയാണ്? ഇതൊക്കെ ഇന്നിന്റെ കാലത്ത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്നൊക്കെ നമ്മൾ തെറ്റുകളെ, തിന്മകളെ നിസാരവൽക്കരിക്കാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ അവർ ചെയ്യുന്ന ചെറിയ പാപങ്ങൾ, അത് കൺപീലിയുടെ വലിപ്പമുള്ളത് പോലുമായാൽ അതിനെ അവർ വലിയ ഗൗരവത്തിൽ വൻപാപങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവർ ഇസ്തിഗ്ഫാർ നടത്തി ഖേദിച്ച് മടങ്ങിയിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതേപോലെ തന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇന്നൽ മുഅ്മിന യറാ ദുനൂബുഹു കഅന്നഹു ഖായിദുൻ തഹ്ത ജബലി യഖാഫു അൻ യഖഅ അലൈഹി. ഒരു വിശ്വാസി അവൻ പാപങ്ങളെ നോക്കിക്കാണുന്നത് വലിയ മലഞ്ചെരുവിൽ അവൻ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ആ മലയുടെ മുകളിലാകട്ടെ വലിയ പാറക്കല്ലുണ്ട്. ആ പാറക്കല്ല് ഏത് നിമിഷവും തന്റെ തലയിലേക്ക് വീണുപോയി തനിക്ക് അപകടം സംഭവിച്ച് മരണം സംഭവിക്കും എന്ന ഒരവസ്ഥയിൽ, ആ ഒരു ശ്രദ്ധയിലായിരിക്കും അവരെ പാപങ്ങളെ കണക്കാക്കുക എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. വഇന്നൽ ഫാജിർ, എന്നാൽ ഫാജിറായ, ധിക്കാരിയായ ഒരു മനുഷ്യനാകട്ടെ, യറാ ദുനൂബുഹു കസുബാബി മർറ അല അൻഫിഹി, മൂക്കിൽ വന്നിരിക്കുന്ന ചെറിയ ഈച്ചകളെ പോലെയാണ് ഒരു ഫാജിറായ വ്യക്തി പാപങ്ങളെ കാണുക. അത് തട്ടി നിസാരമാക്കി കളയുമെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. വിശ്വാസി വളരെ ഗൗരവത്തിലാണ് ചെറിയ പാപത്തെ പോലും കാണുന്നത് എന്നുള്ളതാണ്. അവന്റെ തലയിലേക്ക് ഏത് നേരവും മിടുത്തിയായി വീഴാൻ സാധ്യതയുള്ള വലിയൊരു പാപമായി ആ പാപങ്ങളെ കാണുമെന്നാണ്.
ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന വേളയിൽ തന്റെ സ്വഹാബയോട് പറയുന്നു, വിറക് ശേഖരിച്ചു കൊണ്ടുവരിക. ആ നേരത്ത് സ്വഹാബ പറഞ്ഞു, ഇത് മരുഭൂമിയാണ് പ്രവാചകരെ, ഇവിടെ ഒരു വിറക് കൊള്ളി പോലും ലഭിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വീണ്ടും ആവശ്യപ്പെടുന്നു, വരൂ നമുക്ക് വിറക് അന്വേഷിക്കാം. അപ്പോൾ സ്വഹാബ കിട്ടുന്ന ചെറിയ കമ്പുകളും ചില്ലകളും കൊള്ളികളുമൊക്കെ പെറുക്കി കൊണ്ടുവരികയാണ്. എല്ലാവരും കൊണ്ടുവന്നപ്പോൾ അത് വലിയൊരു കൂമ്പാരമായി മാറി എന്ന് ചരിത്രത്തിൽ കാണാം. ആ നേരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞിരുന്നത് ഇവിടെ നിന്നൊരു കമ്പ് പോലും ലഭിക്കുകയില്ല എന്നായിരുന്നു. എന്നാൽ ഈ ചെറിയ കമ്പുകളും ചില്ലകളുമൊക്കെ ഒരുമിച്ച് കൂടിയപ്പോൾ അത് വലിയ കൂമ്പാരമായി മാറിയില്ലേ? ഇതുപോലെയാണ് ചെറിയ പാപങ്ങളുടെ അവസ്ഥ. നിസാരമാണ് എന്ന് ധരിച്ച് ചെയ്ത് അതവസാനം വലിയ കൂമ്പാരമായി വലിയ പാപമായി തീരുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തന്റെ സ്വഹാബക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയായിരുന്നു സ്വഹാബികൾ പാപങ്ങളെ കണ്ടിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗൗരവത്തിലായിരുന്നു തന്റെ സ്വഹാബത്തിനത് പഠിപ്പിച്ചു കൊടുത്തത്. ഒരിക്കൽ മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഔസിനി ഖാല ഇദാ അലിംത സയ്യഅതൻ ഫഅത്ബിഅഹാ ഹസനൻ കമുഹ്മാഹാ. പ്രവാചകനോട് അബൂദർ ഗഫാരി പറയുകയാണ്, പ്രവാചകർ എന്നെ ഒന്ന് ഉപദേശിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നീ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, തിന്മ ചെയ്തു കഴിഞ്ഞാൽ ഫഅത്ബിഅഹാ ഹസനതൻ, അതിനെ പിന്തുടർന്നുകൊണ്ട് ഉടനെ തന്നെ നന്മകൾ വർദ്ധിപ്പിക്കുക, നന്മകൾ ചെയ്യുക. ആ നന്മകൾ ആ തിന്മകളെ മായ്ച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു. ആ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അമിനൽ ഹസനാതി ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രവാചകരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ആ നന്മകളിൽ ഉൾപ്പെടുമോ എന്ന് തിരിച്ചു ചോദിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹിയ അഫ്ളലു ഹസനാത്ത്, അത് ഏറ്റവും ശ്രേഷ്ഠമായ നന്മയാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഈ ഒരു കാര്യമെന്ന് പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ചെറിയ ദിക്ർ അത് വലിയ ശ്രേഷ്ഠമായ നന്മയാണ്. ആ നന്മ ചെയ്തുകൊണ്ട്, ആ നന്മ ഉച്ചരിച്ചുകൊണ്ട് പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ പാപങ്ങളെ മറക്കുവാൻ, മറച്ചു കളയുവാൻ ആ നന്മകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജീവിതത്തിൽ ചെയ്തു പോകുന്ന പാപങ്ങൾ മായ്ച്ചു കളയാൻ ഉതകുന്ന തരത്തിലുള്ള നന്മകൾ, അത്തരത്തിലുള്ള നന്മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം, ശ്രമിക്കണം. അതിലൊന്നാണ് ഇവിടെ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന, അതല്ലെങ്കിൽ നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ഒരു ദിക്ർ, നമ്മൾ അധികം ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു ദിക്ർ, ആ ദിക്ർ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ, പാപങ്ങൾ മാറ്റിക്കളയാൻ കഴിയുന്ന ഒരു വലിയൊരു ഹസനത്താണ്, വലിയൊരു നന്മയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫീ യൗമിൻ മിഅത മറ. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വലഹുൽ ഹംദു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദുആ, എന്ന ദിക്ർ 100 തവണ ഒരാൾ ഒരു ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ
കാനത് ലഹു അദല അശറ റിഖാബിൻ, അദ്ദേഹത്തിന് 10 അടിമകളെ മോചിപ്പിച്ച പുണ്യം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വകുതിബത് ലഹു മിഅത ഹസന, അതേപോലെ അദ്ദേഹത്തിന്റെ മുകളിൽ 100 നന്മകൾ രേഖപ്പെടുത്തും. വമുഹിയത് അൻഹു മിഅത സയ്യിഅ, അതുപോലെ 100 പാപങ്ങൾ അവനിൽ നിന്നും മായ്ക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് പറയുന്നു വകാനത് ലഹു ഹിർസൻ മിന ശൈത്താനി യൗമഹു, ആ ദിവസം മുഴുവനും പിശാചിൽ നിന്നുള്ള ഒരു സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ നടപ്പാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെ വലിയ നന്മകൾ, പാപങ്ങൾ, ചെറിയ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ദിക്റുകൾ, ഇത്തരത്തിലുള്ള ദിക്റുകളെ ജീവിതത്തിൽ പതിവാക്കുവാൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ വലിയ പാപങ്ങളാണ് പുറത്തു കിട്ടുക എന്നുള്ളതാണ്. മഹാനായ ഇബ്നു റജബ് റഹ്മഹുല്ല പറയുകയാണ്, തൗഹീദിനേക്കാളും മഹത്തരമായിട്ടുള്ള മറ്റൊന്നും തന്നെ ഇവിടെയില്ല. കാരണം അത് ഒരണുവോളം പാപങ്ങളുള്ള തിന്മകളുടെ പർവ്വതത്തിന്റെ മേൽ ആ തൗഹീദ് കൊണ്ടുപോയി വെച്ചാൽ ആ തിന്മകളെ മുഴുവനും നന്മയാക്കി തീർക്കുവാൻ അതിന് സാധിക്കുമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തരമായ ആദർശത്തിന്റെ, മഹത്തരമായ ദിക്റിന്റെ ശ്രേഷ്ഠതയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതുപോലെ നമസ്കാര ശേഷമുള്ള ദിക്റുകൾ, നമസ്കാരത്തിൽ നിന്നും കഴിഞ്ഞ ഉടനെ ആ നമസ്കാരത്തിൽ വന്നു പോയ ചെറിയ പാകപ്പിഴവുകൾ പുറത്തു തരാൻ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തി, പിന്നെ ഓരോ ദിക്റുകൾ ചൊല്ലി, അതേപോലെ 33 തവണ വീതം അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്നീ ദിക്റുകൾ ചൊല്ലി, അതേപോലെ 100 പൂർത്തീകരിക്കുവാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഗുഫറത ഖതായാഹു ഇൻ കാനത് മിസ്ല സബ്ദിൽ ബഹർ, അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിലെ നുരയോളം വരുന്ന അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ്, അതിലൂടെ പുറത്തു കൊടുക്കുമെന്നാണ്. നമുക്ക് പലപ്പോഴും തിരക്കുകളാണ്, നമുക്ക് പലപ്പോഴും ചൊല്ലാനുള്ള നേരമില്ല. നമ്മൾ ഇനി തിരക്ക് പിടിച്ച് പോവുകയാണ് എങ്കിൽ അവിടെ വാഹനങ്ങളിൽ നിന്നെങ്കിലും ചൊല്ലുവാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക. എന്നാൽ അതല്ല അതിന്റെ യഥാർത്ഥമായ രീതി രൂപം എന്ന് പറയുന്നത്, അതിന്റെ യഥാർത്ഥമായ രീതിയും രൂപവും എന്ന് പറയുന്നത് അത് നമസ്കാര ശേഷം ഇരുന്ന് ചൊല്ലൽ തന്നെയാണ്. ഇനി അഥവാ സാധിക്കുന്നില്ല, വല്ല തിരക്കുമുണ്ട് എങ്കിൽ ആ പ്രകാരമെങ്കിലും അപ്രകാരമെങ്കിലും വാഹനത്തിൽ നിന്ന് ചൊല്ലാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെയുള്ള മറ്റൊരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറയുന്ന ദിക്ർ. ആരെങ്കിലും ആ ദിക്ർ ഒരു ദിവസം 100 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഗുഫറത ഖതായാഹു ഇൻ കാനത് മിസ്ല സബ്ദിൽ ബഹർ, ആ പാപങ്ങളും കടലിലെ നുരയോളം അവന് പുറത്തു കൊടുക്കുമെന്നാണ്, ആ ദിക്റും പുറത്തു കൊടുക്കുമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എത്രയെത്ര കാര്യങ്ങളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പാപങ്ങൾ പൊറുക്കപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുള്ളത്. ഈ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതേപോലെ വിശ്വാസികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ മുസാഫഹത്ത് നടത്തുന്നത്, കൈകൾ കൊടുത്തുകൊണ്ട് സലാം പറയുന്നത്, അവർ അവരുടെ കൈകൾ കൊടുത്ത് സലാം പറഞ്ഞ് ആ കൈകൾ മാറ്റുന്നത് വരെ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ ദിവസേനയെന്നോണം നമ്മുടെ മേൽ നമുക്ക് അവസരങ്ങളുണ്ട് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ. ഈ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ട ഒരു കാര്യം.
ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക. നാഥൻ അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ യഥാവിധം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ വന്നു പോകുന്ന ചെറിയ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ള അവസരങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അവസരങ്ങൾ, ആ കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു വന്നത്. അതിൽപ്പെട്ട മറ്റൊരു കാര്യമാണ് വുളൂ പൂർണ്ണമായും എടുക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂഇന്റെ രൂപം വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു അസ്സുനാഹിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. ആ ഹദീസിൽ നമുക്ക് കാണാം, അതിൻ്റെ ആശയം മാത്രം പറഞ്ഞു പോകാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട്, ഒരു വിശ്വാസി വുളൂ എടുക്കുന്നു. ആ സമയത്ത് അവൻ വായിൽ വെള്ളം നിറച്ച് വാ കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് അവൻ്റെ വായിലൂടെ തിന്മകൾ പുറത്തു പോകും, പാപങ്ങൾ പുറത്തു പോകുമെന്നാണ്. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയാൽ മൂക്കിലൂടെ ആ പാപങ്ങൾ പുറത്തു പോകും എന്നാണ്. മുഖം കഴുകുമ്പോൾ മുഖത്തിലൂടെ ആ പാപങ്ങൾ പുറത്തു പോകുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എത്രത്തോളം എന്ന് വെച്ചാൽ കൺപോളകളിലൂടെ ആ പാപങ്ങൾ പുറത്തു പോകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ പിന്നീട് കൈകൾ കഴുകുമ്പോൾ കൈയിലെ നഖങ്ങൾക്കിടയിലൂടെ ആ പാപങ്ങൾ പുറത്തു പോകുമെന്നും, തലയും ചെവിയും തടവുമ്പോൾ അതിലൂടെയും പാപങ്ങൾ പുറത്തു പോകുമെന്നും, കാൽ കഴുകുന്ന നേരത്ത് ആ കാലിൻ്റെ നഖങ്ങൾക്കിടയിലൂടെ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നും പുറത്തു പോകുമെന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൂർണ്ണമായും അതിൻ്റെ വുളൂ എടുക്കണം എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. ആ പരിപൂർണമായ വുളൂ നമ്മൾ എടുക്കണം. അങ്ങനെ എടുക്കുമ്പോഴാണ് പാപങ്ങൾ അതിലൂടെയെല്ലാം നമുക്ക് പുറത്തു തരിക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന്റെ വേളയിൽ അസർ നമസ്കാരം ഒരൽപ്പം തെറ്റിപ്പോകുന്നു. ആ നേരത്ത് സ്വഹാബികൾ ധൃതി പിടിച്ചുകൊണ്ട് വുളൂ എടുത്തു വരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബികളോട് പറയുന്നു, വഇലുൽ ലിൽ അഖാബി മിനൻ നാർ, തീർച്ചയായും നരകത്തിന്റെ മടമ്പുകൾക്ക് നാശമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതായത് കാലിന്റെ പിൻഭാഗം പൂർണ്ണമായും നനഞ്ഞിട്ടില്ല. സ്വഹാബികൾ മാറ്റി വുളൂ എടുക്കുകയാണ്. നമ്മൾ വുളൂ എടുക്കുന്ന സമയത്ത് പൈപ്പ് തുറന്ന് കാല് നീട്ടിവെക്കും, അതല്ലെങ്കിൽ വെള്ളം കാലിലൂടെ ഒഴിക്കും. ഈ സമയത്ത് കാലിന്റെ ഭാഗങ്ങളിലൊക്കെ പൂർണ്ണമായും വെള്ളം തട്ടാറുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? നഖങ്ങൾക്കിടയിലേക്ക് ആ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ
നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് പരിപൂർണമായി വുളു എടുക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ അവയവങ്ങൾക്കിടയിലൂടെയുമുള്ള പാപമോചനം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു കാര്യം, മൻ തവല്ലാ ലിസ്വലാത്തിൻ ഫഅസ്ബല വുളൂഇൻ ثم مشى إلى صلاة مكتوبة فصلاها مع الناس أو مع الجماعة أو في المسجد غفر الله له ذنوبه. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസ്, ഒരാൾ പരിപൂർണമായിട്ടും വുളു എടുക്കുന്നു, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും മറഞ്ഞുകൊണ്ട്, മുഴുവൻ ഭാഗങ്ങളും നനഞ്ഞുകൊണ്ട് അദ്ദേഹം വുളു എടുക്കുന്നു. അങ്ങനെ വുളു എടുത്തു കഴിഞ്ഞാൽ സുമ്മ മശാ ഇല സ്വലാത്ത്, അദ്ദേഹം നമസ്കാരത്തിന് വേണ്ടി നടക്കുന്നു. ഇല സ്വലാത്തിൽ മക്തൂബ, ഫർദ് നമസ്കാരത്തിന് വേണ്ടി അദ്ദേഹം പള്ളിയിലേക്ക് നടക്കുന്നു. ഫസല്ലഹ മഅന്നാസ്, അവർ ജനങ്ങളോടൊപ്പം നമസ്കരിച്ചു. ഔ മഅൽ ജമാഅ, അതല്ലെങ്കിൽ ജമാഅത്തോടു കൂടി നമസ്കരിച്ചു. ഔ ഫിൽ മസ്ജിദ്, അതല്ലെങ്കിൽ മസ്ജിദിൽ വെച്ച് ജമാഅത്തായി ഒരാൾ നമസ്കരിച്ചാൽ ഗഫറല്ലാഹു ലഹു ദുനൂബുഹു, അദ്ദേഹത്തിന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഉദ്ധരണിയിൽ നമുക്ക് കാണാം, നടക്കുന്ന ഓരോ കാലടിക്കും ഓരോ ദറജകൾ ഉയർത്തപ്പെടും, ഓരോ കാലടിക്കും ഓരോ പാപങ്ങൾ മായ്ക്കപ്പെടും. അങ്ങനെയും മറ്റൊരു ഉദ്ധരണിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ പാപങ്ങൾ പുറത്തു കിട്ടാൻ നമുക്ക് അവസരങ്ങളുണ്ട്. ആ പാപങ്ങൾ പുറത്തു കിട്ടുവാനുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ട വലിയൊരു കാര്യമെന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പാപങ്ങളെ നിസ്സാരവൽക്കരിക്കാറാണ് പതിവ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഖൗല് സൂചിപ്പിച്ചതുപോലെ, ഒരു ഈച്ച വന്നിരിക്കുന്ന നിസാരത്തിൽ പാപങ്ങളെ നമ്മൾ നിസാരമാക്കി കളയും. അതൊക്കെ ഇല്ലാതെ എങ്ങനെ, ഇന്നിന്റെ കാലത്ത് അതൊക്കെ ഇല്ലെങ്കിൽ എങ്ങനെ നടക്കും, എങ്ങനെ കച്ചവടം നടക്കും, എങ്ങനെ ബിസിനസ് നടക്കും, എങ്ങനെ ഒരാളുടെ കൂട്ടത്തിൽ ജീവിക്കും? അതൊക്കെയല്ലേ ഒരു സൗഹൃദം, സാഹോദര്യം എന്നൊക്കെ പറഞ്ഞ് എത്രയോ കാര്യങ്ങളെ, എന്തൊക്കെയോ കാര്യങ്ങളെ, തൗഹീദിൽ വരെ വെള്ളം ചേർക്കുവാൻ നമ്മൾ സാഹോദര്യത്തിന്റെയും മതേതരത്വത്തിന്റെയും പേര് പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും പല പ്രവർത്തികളിലും നമ്മൾ ഏർപ്പെടാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ജീവിതത്തിൽ അത്തരം കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. പാപങ്ങൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് ഗൗരവമുള്ളതാണ്. ആ ഗൗരവത്തിൽ തന്നെ ആ പാപങ്ങളെ കാണുകയും ആ പാപങ്ങൾ പുറത്തു കിട്ടാൻ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും, ഇതുപോലെ പാപങ്ങൾ പുറത്തു കിട്ടാൻ റബ്ബ് അവസരം നൽകിയ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അല്ലാഹു തആല അങ്ങനെ നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്ത് നമുക്ക് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഏറെ പൊറുക്കുന്ന, എല്ലാം അറിയുന്ന തമ്പുരാനെ, ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയവരാണ് റബ്ബേ ഞങ്ങൾ. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, നേതാക്കൾ, ഗുരുനാഥന്മാർ പലരും ബർസഖിന്റെ ലോകത്താണ് റബ്ബേ. അവരുടെ ബർസഖിന്റെ ലോകം നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ ബർസഖിന്റെ ലോകം നീ സന്തോഷത്തോപ്പാക്കി അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ ബർസഖിന്റെ ലോകം നീ സ്വർഗത്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കണേ റബ്ബേ. നാളെ ഞങ്ങളും ബർസഖിന്റെ ലോകത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഞങ്ങളുടെ ബർസഖിന്റെ ലോകവും അപ്രകാരം സന്തോഷത്തോപ്പാക്കി നീ മാറ്റി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ശാരീരികമായും മാനസികമായും പല രോഗങ്ങൾക്കും അടിമപ്പെട്ട് പല രോഗങ്ങളും അനുഭവിക്കുന്നവർ, അവരുടെ എല്ലാവിധത്തിലെ രോഗങ്ങൾക്കും റബ്ബേ നീ ശമനം നൽകി അനുഗ്രഹിക്കണ റബ്ബേ. അല്ലാഹുമ്മ അൻത ശാഫി യാ റബ്ബ്, അല്ലാഹുമ്മ അൻത ശാഫി യാ റബ്ബ്. അല്ലാഹുവേ നീയാണ്
എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകുന്നവൻ റബ്ബേ, നീ മുഴുവൻ പാപങ്ങളും മുഴുവൻ രോഗങ്ങൾക്കും നീ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, മുസ്ലിമായതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് റബ്ബേ. അവരുടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും നീ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ഫലസ്തീനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ സഹോദരങ്ങൾ, വിശ്വാസികൾ റബ്ബേ, അവർക്ക് നീ സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണ റബ്ബേ. അവർക്ക് നീ സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണ റബ്ബേ. ഫലസ്തീനിൽ, ലബനനിൽ, സിറിയയിൽ പലയിടങ്ങളിലുമുള്ള വിശ്വാസികളായ മുവഹ്ഹിദീങ്ങളായ ആളുകൾ, അവർക്ക് റബ്ബേ നീ സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണ റബ്ബേ. ആ ഫലസ്തീനികൾക്ക് നീ വാഗ്ദാനം ചെയ്ത ഖുദ്സിന്റെ മണ്ണ്, അമ്പിയാക്കന്മാരെ കടന്നുപോയ ഖുദ്സിന്റെ മണ്ണ്, ആ മണ്ണ് നീ വിശ്വാസികൾക്ക്, മുസ്ലിമീങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത മണ്ണാണ് റബ്ബേ. ആ മണ്ണിനെ, അതിന്റെ അവകാശികൾക്ക് നീ വകവെച്ച് നൽകണ റഹ്മാനെ. അവിടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീ അവർക്ക് അവസാനം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള തൗഫീഖിനെ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ സാമ്പത്തികമായും. റബ്ബേ, അവരുടെ കടങ്ങളെല്ലാം ദൂരീകരിച്ച് അവരുടെ റിസ്ഖിനെ നീ ഏറ്റി വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. കച്ചവടക്കാർക്ക് അവരുടെ കച്ചവടത്തിൽ നീ ബർക്കത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. രോഗികൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദിനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ അഅദാഅ അദ്ദീൻ. اللهم حلك اليهود والمشركين. اللهم انصر إخواننا المسلمين والمجاهدين في كل مكان. اللهم انصر إخواننا، اللهم انصر إخوان المسلمين والمجاهدين في فلسطين واللبنان وسوريا والشام. اللهم انصر إخواننا، اللهم انصر إخوان المسلمين والمجاهدين في كل مكان. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد والحمد لله رب العالمين. وسلام على المرسلين.